റസൂൽ അവിടെന്ന് പറയുകയാ, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണേ, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണേ. ആരുടെ വിഷയത്തിലെന്നറിയുമോ? നിന്റെ ഭാര്യയുടെ വിഷയത്തില്, നിന്റെ ഭാര്യയുടെ വിഷയത്തില്. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്ന നിന്റെ ഭാര്യയെ കുറിച്ച് നാളെ അല്ലാഹു നിന്നോട് ചോദിക്കും. നിന്നോട് റബ്ബ് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. നിന്റെ വിചാരണ കഴിഞ്ഞ അടുത്ത ചോദ്യം നിന്റെ ഭാര്യയെ കുറിച്ച് അല്ലാഹു നിന്നോട് ചോദിക്കുകയാ. അത് കഴിഞ്ഞാ നിന്റെ മക്കളെ കുറിച്ച് ചോദിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞല്ലോ, നിന്റെ ഭാര്യയും നിന്റെ മക്കളും അല്ലാഹു നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ. നിനക്ക് സേവനം ചെയ്യാൻ പഠിച്ചവനെ മംഗലാപുരത്തുള്ള പെണ്ണുങ്ങളെ പോലെയല്ലടാ. അല്ലാഹുവേ, സ്വർഗത്തിലെ ഹൂറില്ലീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ, അവനെ കുറിച്ച് നിനക്ക് പറയാനോ ചിന്തിക്കുവാനോ കഴിയുകയില്ല. അവരെ കുറിച്ച് എത്ര പറഞ്ഞാലും നിനക്ക് തിരിയുകയില്ല. സ്വർഗത്തിലൂടെ നടന്നുപോയ ഹൂറില്ലീങ്ങളിൽപ്പെട്ട ഒരു പെണ്ണിന്റെ മടം പങ്കാലുണ്ടല്ലോ, ആ മടം പങ്കാല് കണ്ടപ്പോഴാ പലരും അത്ഭുതപ്പെട്ടു പോയത്. ആ സ്വർഗത്തിലെ പെണ്ണുങ്ങൾ നിന്റെ കൂടെ ഇങ്ങനെ നടക്കുകയാണ്, നിനക്ക് ഖിദ്മത്ത് ചെയ്യാൻ, നിനക്ക് വേണ്ടത് എടുത്തു തരാൻ, നിന്നെ ഊഞ്ഞാലിന്റെ മുകളിൽ ഇരുത്തി സുഖിപ്പിക്കുവാൻ ആ സ്വർഗത്തിലെ പെണ്ണുങ്ങൾ ഇങ്ങനെ നടക്കുമല്ലോ. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, താരാട്ടു പാടാൻ തോഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്കു നീയൊരു പാസുതാമന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. ആ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നതായിരിക്കണം നിന്റെ ജീവിതത്തിലെ അഭിലാഷം, അതായിരിക്കണം മനുഷ്യ നിന്റെ ലക്ഷ്യം. അതിനു വേണ്ടിയാ നീ ജീവിക്കേണ്ടത്. സ്വർഗത്തിലേക്ക് കടന്നു പോകണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, ഇതായിരിക്കണം നിന്റെ ലക്ഷ്യമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, ഒരു സത്യവിശ്വാസിയുടെ ഉത്തരവാദിത്തമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം സ്വർഗത്തിൽ പോകണമെന്നാണ്, മരണദാ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നാണ്. ഇതാണ് ഒരു സത്യവിശ്വാസിയുടെ ലക്ഷ്യമെന്ന് ഖുർആൻ എവിടെന്ന് പറയുമ്പോ എന്നിട്ട് അല്ലാഹു പറയുകയാ, ഒരു സത്യവിശ്വാസിയുടെ ഉത്തരവാദിത്തം തന്നെയാണ് നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുക എന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറഞ്ഞതെന്തെന്നറിയുമോ? ഈ സദസ്സിൽ നിരന്നിരിക്കുന്ന മക്കളുള്ള മാതാപിതാക്കൾ കേൾക്കാനാണ്. ഈ സദസ്സിലിരിക്കുന്ന മക്കൾ അല്ലാഹു തന്നിട്ടുള്ള മാതാപിതാക്കൾ കേൾക്കാനാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞതെന്തെന്നറിയുമോ? നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം സ്വർഗമായിരിക്കണം, നരകത്തിൽ നിന്നുള്ള മോചനമായിരിക്കണം. എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞു തരികയാ, എടാ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം സ്വർഗമായിരിക്കണം, നരകമോചനമായിരിക്കണം. എന്നിട്ട് അടുത്ത ആയത്തിലൂടെ അല്ലാഹു പറയുകയാ, ഒറ്റയ്ക്ക് പോകല്ലേ, ഒറ്റയ്ക്ക് പോകല്ലേ. നീ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് നരകത്തിൽ നിന്ന് കരകയറിയിട്ട് പോകുമ്പോ അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച മനുഷ്യനെയും കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന നരകമുണ്ടല്ലോ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് പടച്ചറപ്പിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോ നീ നിന്റെ ഭാര്യയെ കൂടെ കൊണ്ടുപോകണേ, നീ നിന്റെ മക്കളെ കൂടെ കൊണ്ടുപോകണേ.
അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, നീ സ്വർഗത്തിലേക്ക് കയറി പോകുമ്പോ സ്വന്തം കാര്യം നോക്കല്ലേ വാപ്പ. അള്ളാന്റെ ഖുർആൻ പറയുകയാ, നീ സ്വർഗത്തിലേക്ക് പോകുമ്പോ, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുമ്പോ സ്വന്തം കാര്യം നോക്കി പോകരുത്. പോകുമ്പോ നിന്റെ ഭാര്യയെയും നിന്റെ മക്കളെയും നീ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണേ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പർ അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ അള്ളാഹു പറയുകയാ, സ്വർഗത്തിലേക്ക് പോകുമ്പോ എങ്ങനെ പോകണം? ഒറ്റയ്ക്ക് പോകണ്ട. നിന്നോടും പറയുന്നു, നീ മാത്രം സ്വർഗത്തിൽ പോകണ്ട. നീ പോകുമ്പോ നിന്റെ ഭർത്താവിനെ കൊണ്ടുപോകണം, നിന്റെ മക്കളെ കൊണ്ടുപോകണം. നിങ്ങൾ കുടുംബസമേതം വേണം സ്വർഗത്തിലേക്ക് പോകാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാതെ ഒറ്റയ്ക്ക് ഗോവയിൽ പോകുന്ന പോലെ പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല സഹോദര. സ്വർഗത്തിൽ പോകുമ്പോ എങ്ങനെ പോകണം? കുടുംബവുമായിട്ട് പോകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാവരും യാസീൻ ഓതുമല്ലോ. هم وأزواجهم في ظلال على الأرائك متقيون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم. ഖുർആൻ പറയുകയാ, നാളെ നന്ദാവരയുടെയും BC റോഡിന്റെയും പരിസരത്തുള്ള ചില ഭാര്യയും ചില ഭർത്താവും ചില മക്കളും ഇങ്ങനെ സ്വർഗത്തിൽ ചാരുകസേരയിൽ ഇങ്ങനെ ഇരിക്കും. ബുർജ് ഖലീഫ കാണാൻ പോയതുപോലെ അല്ല. അള്ളാഹു ഈമാറാകട്ടെ. സേരയിൽ ഇരുന്ന് ഊഞ്ഞാലാടുന്നുണ്ട്. അപ്പുറവും ഇപ്പുറവും തോഴിമാരി ഇങ്ങനെ ഇരിക്കണം. ആമിന നിനക്ക് എന്ത് വേണം? അബൂബക്കർ നിനക്ക് എന്ത് വേണം തിന്നാൻ തരാൻ വേണ്ടി? അപ്പോ ചോദിക്കും, എടാ അബൂബക്കറെ, നന്ദാവരയിൽ നിങ്ങൾ ഇതുപോലെ ആയിരുന്നു, ഇവിടെ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണേ, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണേ. ആരുടെ വിഷയത്തിലെന്നറിയുമോ? നിന്റെ ഭാര്യയുടെ വിഷയത്തില്, നിന്റെ ഭാര്യയുടെ വിഷയത്തില്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുന്നു, നിന്റെ ഭാര്യയെ കുറിച്ച് നാളെ അല്ലാഹു നിന്നോട് ചോദിക്കും. നിന്നോട് റബ്ബ് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. നിന്റെ വിചാരണ കഴിഞ്ഞ അടുത്ത ചോദ്യം നിന്റെ ഭാര്യയെ കുറിച്ച് അല്ലാഹു നിന്നോട് ചോദിക്കുകയാ. അത് കഴിഞ്ഞാ നിന്റെ മക്കളെ കുറിച്ച് ചോദിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞല്ലോ, നിന്റെ ഭാര്യയും നിന്റെ മക്കളും അല്ലാഹു നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, പടച്ചറപ്പ് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണ് നിന്റെ ഭാര്യ, നിന്റെ പൊന്നുമക്കള്. അവരെ അല്ലാഹു നിനക്ക് ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ, അതുകൊണ്ടാണ് ദുആ ചെയ്യാൻ പറഞ്ഞത്. ഈ ദുആ ചെയ്യുന്നവന് സ്വർഗത്തിലൊരു വീടുണ്ടല്ലോ, സ്വർഗത്തിലൊരു വീട് കിട്ടുമല്ലോ. ഏത് മനുഷ്യനെന്നറിയുമോ? റബ്ബനാ ഹബിലനാ മിൻ അസ്വാജിനാ വദുനിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ദുആ ചെയ്യുന്നവന് സ്വർഗത്തിലൊരു വീടുണ്ട്. ചെറുപ്പക്കാരാ, മോനെ, പെണ്ണ് കെട്ടിയവനും ചെയ്യണം, പെണ്ണ് കെട്ടാത്തവനും ചെയ്യണം, മക്കളുള്ളവനും ചെയ്യണം, മക്കളില്ലാത്തവനും ചെയ്യണം, പ്രായമുള്ളവനും ചെയ്യണം, പ്രായമില്ലാത്തവനും ചെയ്യണം, പണമുള്ളവനും ചെയ്യണം, പണമില്ലാത്തവനും ചെയ്യണം. അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, നീ എപ്പ ദുആ ചെയ്താലും ഈ ദുആ പറയണേ. ഈ ദുആ ചെയ്താ അല്ലാഹു നിനക്ക് സ്വർഗത്തിലൊരു വീട് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ എന്താണ് ദുആ ചെയ്യുന്നതെന്നറിയുമോ? റബ്ബനാ ഹബിലനാ മിൻ അസ്വാജിനാ. അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, അല്ലാഹ് എനിക്കൊരു സ്വാലിഹത്തായ ഭാര്യയെ തരണേ അല്ലാഹ്, എനിക്കൊരു സ്വാലിഹായ ഭർത്താവിനെ തരണേ അല്ലാഹ്, എന്റെ ഭർത്താവിനെ നന്നാക്കി തരണേ അല്ലാഹ്, എന്റെ ഭാര്യയെ നന്നാക്കി തരണേ അല്ലാഹ്.
റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? എന്റെ രക്തത്തിൽ പിറന്ന എന്റെ മക്കള് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. എന്റെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണം പടച്ചവനെ. അതാണ് അവിടുന്ന് ദുആ ചെയ്യുന്നത്. ഇങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്. മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, മൂന്നാമതായി ദുആ ചെയ്യേണ്ടത് എന്തെന്നറിയോ? എന്റെ ചെറുപ്പക്കാരാ, വെറുതെ നടക്കരുത്, ദുആ ചെയ്യാതെ നടക്കരുത്. കാരണം അല്ലാഹുവിന്റെ ഖുർആൻ അവിടുന്ന് പറയുകയാ, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും ഫഹദറൂ വഇൻ തഅഫൂ വതസ്ഫഹൂ വതഗ്ഫിറൂ فإن الله غفور رحيم. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടുന്ന് പറയുമ്പോ എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഒന്നാമത് പറയണം ഇറച്ചവനെ എന്റെ ഭാര്യയെ നന്നാക്കണം തമ്പുരാന്, എന്റെ മക്കളെ നന്നാക്കണം തമ്പുരാന്, എന്റെ ഭാര്യയെയും എന്റെ മക്കളെയും നന്നാക്കണം തമ്പുരാന്. രാജയമാ, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിസ്സാരമല്ല, കളിയല്ല. നിന്റെ ഭാര്യക്ക് മാതൃകയാകുന്ന ഒരു ഭർത്താവ്, നിന്റെ മക്കൾക്ക് മാതൃകയാകുന്ന ഒരു ബാപ്പയാകൂ. അങ്ങനെയാകാൻ ദുആ ചെയ്യണേ എന്ന് പ്രവാചകൻ അവിടുന്ന് പഠിപ്പിച്ചു തരുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, നീ നിന്റെ ഭാര്യയെ രക്ഷപ്പെടുത്തണമല്ലോ, നിന്റെ മക്കളെ രക്ഷപ്പെടുത്തണമല്ലോ. അങ്ങനെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണം? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഒരു ഭർത്താവ് എങ്ങനെയുള്ള ഭർത്താവാകണമെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ പടച്ച റബ്ബ് ഒരു ഭർത്താവിനെ പരിചയപ്പെടുത്തുകയാ, ഒരു വാപ്പാനെ അല്ലാഹു പരിചയപ്പെടുത്തുകയാ. വകാന യൗമി വസകാതി വകാന ഇൻദ റബ്ബിഹി മർദിയാ. ഒരു വാപ്പയെ കുറിച്ച്, അല്ലാഹയെ കുറിച്ച്, അല്ലാഹു തൃപ്തിപ്പെട്ട ഒരു പിതാവിനെ കുറിച്ച് അല്ലാഹുവിന്റെ വിസ്മയ ഖുർആനിൽ അല്ലാഹു പറയുകയാ. അല്ലാഹു തൃപ്തിപ്പെട്ട ഒരു പിതാവിനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണെന്നറിയാം. ചിലപ്പോൾ ഇന്ന് ഇവിടുന്ന് നല്ലതുപോലെ പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങോട്ട് വന്നപ്പോൾ എല്ലാ ചെറുപ്പക്കാരും കയ്യെ പിടിച്ചിട്ട് ഉസ്താദെ ഉസ്താദെ ടാറ്റ സലാം ടാറ്റ എന്നൊക്കെ പറഞ്ഞു. തിരിച്ചു പോകുമ്പോൾ അതൊന്നും കാണത്തില്ല. അത്രേ ഉള്ളൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ.